അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമ്മൾ ദുആ ചെയ്യാം. ആദ്യമായിട്ട് നമ്മൾ ഈ പരിപാടിയിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് കമ്മിറ്റി അംഗങ്ങൾ നമ്മൾ രൂപീകരിച്ചു. നമ്മളെ മഹല്ല് കമ്മിറ്റിയും എസ്കെസും എസ് എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള കമ്മിറ്റി രൂപീകരണമായിരുന്നു. അൽഹംദുലില്ലാഹ് അതൊക്കെ എല്ലാവരും ഒരുപാട് പ്രവർത്തിച്ചു. ഇന്നും ഒരുപാട് ആൾക്ക് വേണ്ടി സഹോദരന്മാർക്ക് ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെ തക്കതായ പ്രതിഫലം അള്ളാഹു നൽകി കൊടുക്കുമാറാവട്ടെ. അവരുടെ പ്രയാസങ്ങൾ, അവരുടെ വീടുകളിലുള്ള പ്രയാസങ്ങൾ അള്ളാഹു നീക്കം ചെയ്ത് കൊടുക്കുമാറാവട്ടെ. അവർക്ക് ചെയ്യുന്ന ജോലികളിലൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതുപോലെ ഇവിടെ ഓരോ കാര്യങ്ങളും നമുക്ക് അതാത് ഓരോ കാര്യങ്ങളിലേക്കും പണികളൊക്കെ ചെയ്യാൻ ഇരിക്കാനൊക്കെ ഒരുപാട് നമ്മളെ സഹോദരന്മാരൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ സഹോദരിമാര് അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല തഖ്വായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ. അതുപോലെ നമ്മൾ ക്ഷണിച്ച എല്ലാ പണ്ഡിതന്മാരും ഇവിടെ എത്തിച്ചേർന്നു. ചില ആളുകൾക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല, കാരണം ഇന്ന് കോഴിക്കോട് വലിയ പരിപാടികളൊക്കെ ഉണ്ട്, ആയതുകൊണ്ട് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലക്കും നമുക്ക് ഖൈർ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അതുപോലെ മനസ്സിലുള്ള ഒരു ആഗ്രഹം, ഒരു സ്ഥലം ഇവിടെ നമ്മൾ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഇടപാടുകളൊക്കെ തീർക്കാൻ അല്ലാഹു എളുപ്പത്തിൽ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അത് ഈ പാണക്കാട് നമുക്കൊരു ഫാദില കോളേജ് ഇവിടെ നടന്ന് പ്രവർത്തിക്കുന്നതിൽ അതിന് സ്ഥലമില്ല. മദ്രസയിലൊക്കെയാണ് തൽക്കാലം അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് അതിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ഇവിടെ തുടങ്ങാൻ വേണ്ടിയും, അതുപോലെ ഒരു ഭാഗം മനസ്സിലുള്ള ആഗ്രഹമാണ് ഒരു ഹിഫ്ള് കോളേജും. അതൊക്കെ ഓരോ ചരിത്രങ്ങൾ ഇവർ പറയുകയാണെങ്കിൽ നമുക്ക് സമയമില്ല. ഇൻഷാ അല്ലാഹ് ഞാന് ദുആ ചെയ്യാണ്. ഇവിടൊക്കെ ഒരുപാട് സയ്യിദന്മാരുണ്ട്, ഉസ്താദ്മാരൊക്കെ ഉണ്ട്. എങ്കിലും ഈ ദുആ ഞാൻ ചെയ്യുന്നു. സമ്മതല്ലേ? ഇൻഷാ അല്ലാഹ് അവരൊക്കെ സമ്മതത്തോടു കൂടി ഞാൻ ചെയ്യാം. ഇഖ്ലാസോട് കൂടി ഇരിക്കുക, അല്ലാഹ് എന്നുള്ള ചിന്ത ഉണ്ടായിരിക്കുക. ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും ഖൽബില് കൊടുക്കരുത്. ദുആ ചെയ്യുമ്പോൾ അവരുടെ ഉദ്ദേശങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം. ഇൻഷാ അല്ലാഹ് ഇനി അല്പം സമയം വഴുകി പോയെന്ന് ആരും ഒന്നും തെറ്റിദ്ധരിക്കും ചെയ്യരുത്. അതുപോലെ ഭക്ഷണം നിങ്ങൾ എല്ലാവരും ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ, നമ്മൾ ഇത് തുടങ്ങി അന്ന് മുതലുള്ളതിനാണ്. ഒരു വരി നിൽക്കുന്ന ഒരു ആവശ്യമില്ല. അവർ ഇരിക്കുന്ന ആ സ്ഥാനത്ത് തന്നെ ഭക്ഷണം നിങ്ങളെ കയ്യിൽ എത്തിച്ചു തരികയാണ്. പിന്നീട് ചില ആളുകൾ ഉണ്ടാവും, എന്തുണ്ട്, എനിക്ക് 2 കീസ് വേണം, എൻ്റെ അടുത്ത വീട്ടുകാർ ഏൽപ്പിച്ചിട്ടുണ്ട്, അവർക്ക് ഇവിടെ സംഭാവന നൽകിയിട്ടുണ്ടാവും, അതൊക്കെ ഞാൻ ടോക്കൺ കൊടുത്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതൊക്കെ അവർ വാങ്ങണം. നല്ല അച്ചടക്കത്തോടു കൂടി ആയിരിക്കുക. നിങ്ങൾ ഓരോരുത്തരും നൽകിയ ആ സ്വതക്കകളെ കൊണ്ടാണ്, നിങ്ങൾ ഓരോരുത്തരും നൽകിയ ആ തുണ്ടുകൾ കൊണ്ടാണ് നമ്മൾ ഈ ഭക്ഷണം, ഈ മാംസങ്ങളും, അതുപോലെ ഇവിടെ നിന്ന് ഈ ചെയ്ത കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് തരുമ്പോൾ നിങ്ങൾക്ക് 10,000, 25,000, 50,000 ലക്ഷം തന്നവരൊക്കെയുണ്ട്. 5,000, 1,000, 200, 100 എല്ലാം തന്നവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ പൂർത്തീകരിച്ച് സഫലീകരിച്ച് അല്ലാഹു തീരുമാനമാവട്ടെ. ആമീൻ. ദുആ ചെയ്യാം. إلى حضرة سيدنا محمد المصطفى صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. بسم الله الرحمن الرحيم.
قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. രണ്ട് കാര്യം. ഒന്ന്, എല്ലാ വർഷവും എൻ്റെ അമ്മാവന് കൂടെ ഉണ്ടായത് ഈ വർഷം ഇല്ല. കഴിഞ്ഞ വർഷം നമ്മൾ ഉറൂസ് കഴിഞ്ഞ പിറ്റത്തെ ആഴ്ചയാണ് മരണപ്പെട്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. എന്ത് അദാബിലുണ്ടെങ്കിലും അദാബിൽ അള്ളാഹു സലാമത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ. അതുപോലെ തിരുവനന്തപുരം കുഞ്ഞിക്കോയ തങ്ങള് ഞങ്ങളൊക്കെ കുടുംബം തന്നെയാണ്. അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആ മരുമകനാണ് നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം, ഷറഫുദ്ദീൻ തങ്ങൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് തങ്ങളുടെ ഭാര്യ കഴിഞ്ഞ ആഴ്ച മരണപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖബറും അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ. അതുകൊണ്ട് ഒരു 10 ദിക്ർ നമ്മൾ ആളുമേ അധികം ചെല്ലാൻ കഴിയില്ല, സമയമില്ലാത്തതുകൊണ്ട് 10 ദിക്ർ നമ്മൾ ചൊല്ലി ദുആ ചെയ്യാം. അവരെ പേർക്ക് ഹദിയാക്കുക. ഫഅലമന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله 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 لا إله إلا الله. ചെറിയതായിരിക്കുന്ന ദിക്റുകൾ അവരുടെ ഖബറിലേക്ക് അള്ളാഹു ഹദിയ ചെയ്ത് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അതുപോലെ എന്നൊക്കെ ഈ വഴിയിലേക്കൊക്കെ എത്തിച്ചു ചേർന്നത് നമ്മളെ പണക്കാട്ട് നമ്മളെ മരണപ്പെട്ടു പോയ കുഴഞ്ഞിക്കോയ തങ്ങള് നമ്മളെ പറമ്പില് അദ്ദേഹത്തിന്റെ ഖബറും അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാവട്ടെ. ആമീൻ. ദുആ ചെയ്യാം. الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا سيدي يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا سيدي يا رسول الله وبحمزة الكرار عم المصطفى حصد الإله وسيدي شهدائي يا سيدي سندي وصي ويا مددي كل ظهير على الأعداء بالمدد منير عرضي وخذ بيدي مدى مددي خليفة الله فيه منا محي الدين يا محي الدين يا محي الدين يا محي الدين يا عبد القادر جيلاني الحمد لله 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 رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة تطهر بها قلوبنا وتقدس بها أسرارنا وتعم بركات علينا وعلى والدنا وعلى مشايخنا وعلى أساتذتنا وعلى من تعلقوا بنا يا ذا الجلال والإكرام اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار കോടാലി കോടി ജീവജാലങ്ങൾക്ക് രക്ഷകർത്തം ഏറ്റെടുത്ത രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ ഗഫാറായ ഗഫൂറായ റഹീമായ അല്ലാഹ് ഈ
സാധുക്കളായ പാവികളായ ഞങ്ങളെ സ്വീകരിക്കണം അല്ലാ, ഖബൂലാക്കണം അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ എല്ലാ ദോഷങ്ങളും പൊറുക്കണം അല്ലാ. അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് കഴിഞ്ഞു പോയ എല്ലാ ചെറുദോഷങ്ങളും എല്ലാ വൻദോഷങ്ങളും ഞങ്ങൾ അറിഞ്ഞും അറിയാതും ചെയ്തു പോയ ദോഷങ്ങള് അല്ലാ നീ ഞങ്ങൾക്ക് പുറത്തു തരണം അല്ലാ. അല്ലാ ഞങ്ങളെ കൽബുകളെ നീ ശുദ്ധീകരിക്കണം അല്ലാ. അല്ലാ ഞങ്ങളെ ഓരോരുത്തർ കൽബുകളിൽ ഒരുപാട് ചേറുകളുണ്ടല്ലാ, ഒരുപാട് ചളികളുണ്ടല്ലാ. അല്ലാ അല്ലാ ഈ സദസ്സിന്റെ ബർക്കത്ത് കൊണ്ടല്ലാ ഞങ്ങൾ ചൊല്ലിതായിരിക്കുന്ന ദിക്റുകളുടെ സ്വലാത്തുകളൊക്കെ ഫളല് കൊണ്ട് അല്ലാ ഇവിടെ ചെയ്ത നസീഹത്തിന്റെ ഫളല് കൊണ്ട് അല്ലാഹുല്ലാ ഖജായുടെ ബർക്കത്ത് കൊണ്ട് മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ടല്ലാ ഞങ്ങളെ ഓരോരുത്തർ കൽബുകളിലുള്ള ചോറുകള് ഞങ്ങളെ കൽബുകളിലുള്ള ചളികള് എല്ലാം തുടച്ചു മാറ്റി സ്വടം ചെയ്ത് അല്ലാ ശുദ്ധീകരിച്ച് തരണം അല്ലാ. റഹമുറാഹിമായ അല്ലാ, ജല്ല ജലാലായ അല്ലാ, കരുണക്കടലായ അല്ലാ ഞങ്ങൾക്ക് ഹിദായത്ത് നൽകണമല്ലാ. ഞങ്ങളെ ആഖിബത്തുകളെ നീ നന്നാക്കി തരണമല്ലാ. അല്ലാ ഞങ്ങളെ നേർവഴിയിലാക്കണമല്ലാ, ഞങ്ങളെ നീ സന്മാർഗത്തിലാക്കണമല്ലാ, ഞങ്ങളെ നീ വിജയികളുടെ കൂട്ടത്തിൽ പെടുത്തണമല്ലാ, ഞങ്ങളെ നീ സാഹികളുടെ കൂട്ടത്തിൽ പെടുത്തണമല്ലാ. അല്ലാ നിനക്ക് വേണ്ടി അല്ലാ ഇബാദത്തുകൾ ചെയ്യാൻ അല്ലാ നിന്നെ സ്മരിക്കാൻ നിന്നോർക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് ഏകണമല്ലാ. അതിലുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമല്ലാ. അലസതകളും മടികളിൽ ഞങ്ങളിൽ നിന്ന് ഞങ്ങൾ അഹ്ലുകാരികളിൽ നിന്ന് അല്ലാ നീക്കം ചെയ്യണം അല്ലാ. റഹമുറാഹിമായ അല്ലാ, ജല്ല ജലാലായ അല്ലാ, കരുണക്കടലായ അല്ലാ ഞങ്ങളെ റബ്ബേ മുസ്ലിമായി ജനിച്ച അവസാനം ഞങ്ങള് ഈ ലോകത്തോട് അക്ഷരമായി നഷ്ടപ്പെട്ടു പോകുന്ന ഈ ചുറുചുറുക്കുള്ള ദുനിയാവിനോട് അല്ലാ ബോഡികൾ കൂട്ടുന്ന ദുനിയാവിനോട് അല്ലാ അലങ്കരിക്കുന്ന ദുനിയാവിനോട് അല്ലാ ഈ ഫിത്നായുടെ ദുനിയാവിനോട് ഞങ്ങൾ ഓരോരുത്തരും ഇന്നല്ലെങ്കിൽ നാളെ അല്ലാ വിട പറയുന്ന സമയത്ത് അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദുകള് ഉറക്കെ ചൊല്ലി മരിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണം അല്ലാ. ബഹുമാനപ്പെട്ട അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് നീ ഓർഡർ കൊടുക്കുമ്പോൾ അല്ലാ ഈ പാവികളായ സാധുക്കളായ ഞങ്ങള് അല്ലാ എവിടെയാണ് ഏത് സ്ഥലങ്ങളിലാണ് ഞങ്ങൾക്ക് അറിയില്ല അല്ലാ. ഞങ്ങളെ എല്ലാവരുടെയും മരണങ്ങളെ റാഹത്തിലായ മരണങ്ങളാക്കണമല്ല, സന്തോഷകരമായിട്ടുള്ള മരണങ്ങളാക്കണമല്ല അല്ലാ. മരണത്തിന്റെ വേദനകളൊക്കെ സഹിക്കാൻ കഴിയാതെ നിൽക്കുന്ന അവസരത്തില് അല്ലാ ഞങ്ങളാരുടെ കൽബുകളിലേക്ക് അനാവശ്യമായിട്ടുള്ള ചിന്തകള് അല്ലാ വരുത്തല്ല അല്ലാ. ആ സമയത്ത് ഞങ്ങൾക്ക് ഈമാൻ നൽകണമല്ല, ഈമാന് കരുത്ത് നൽകണമല്ല. ആ സമയത്ത് ഇബ്ലീസിന്റെ ചതിയിൽ ഞങ്ങളെ നീ പെടുത്തല്ല അല്ലാ. അല്ലാ മരിക്കുന്ന അവസരങ്ങൾ നല്ലതായ ദിവസങ്ങളിൽ അല്ലാ, അല്ലാ നല്ലതായ മാസങ്ങളിൽ അല്ലാ, അല്ലാ മരിക്കുവാനുള്ള ഭാഗ്യം തരണമല്ലാ. സ്വർഗത്തിന്റെ ഫോട്ടോകൾ കണ്ട് ആസ്വദിച്ചുകൊണ്ട് അല്ലാ മരിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണം അല്ലാ. നരകത്തിന്റെ ഫോട്ടോകൾ കാണുന്ന അവസരത്തില് അല്ലാ ഭയമാകുന്ന അവസരത്തില് ഞങ്ങളാരുടെ റൂഹുകളെ നീ പിടിക്കല്ല അല്ലാ. അല്ലാ അല്ലാ ഞങ്ങളെ
ഞങ്ങളൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാലും ഞങ്ങളെ മുഖങ്ങൾ നല്ല പ്രകാശിക്കുന്ന മുഖങ്ങളാക്കണമല്ലോ. അല്ലാ, നല്ല തേജസ്സോട് കൂടിയുള്ള മുഖങ്ങളാക്കണമല്ലോ. അല്ലാ, ജല്ല ജലാലായ അല്ലാ, മോശമാക്കപ്പെട്ട മരണങ്ങളാക്കല്ല അല്ലാ. അല്ലാ, ഞങ്ങളെ മുഖങ്ങൾ ഭീകരമായിട്ടുള്ള മുഖങ്ങളാക്കല്ല അല്ലാ. കണ്ടാൽ ഭയം തോന്നുന്ന മുഖങ്ങളാക്കല്ല അല്ലാ. അർഹമുറാഹിമായ അല്ലാ, ജല്ല ജലാലായ അല്ലാ, കരുണക്കടലായ അല്ലാ. അല്ലാ, ഞങ്ങളെ ഖബറുകളെ നീ വിശാലമാക്കണമല്ല. ഞങ്ങൾ ആരുടെയും ഖബറുകളെ അല്ലാ ഇടുക്കമാക്കല്ല അല്ലാ. ഞങ്ങളെ ഖബറുകൾ ഇരുട്ടറയാക്കല്ല അല്ലാ. വെളിച്ചമില്ലാത്ത ഖബറുകളാക്കല്ല അല്ലാ. അല്ലാ അല്ലാ, ഞങ്ങളെ ഖബറുകളിലേക്ക് ഇനി വെളിച്ചം തരണമല്ല. അല്ലാ, ഞങ്ങളെ ഖബറുകൾ വിശാലമാക്കണമല്ല. ഞങ്ങളെ ഖബറിൽ വെച്ച് മുൻകർ നക്കീർ അലൈഹി സ്വലാത്തു വസ്സലാം എന്ന് ചോദ്യം ചെയ്യുമ്പോൾ അല്ലാ, ആ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞങ്ങൾക്ക് യഥാർത്ഥമായിട്ടുള്ള ഉത്തരങ്ങൾ പറയാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് ഏകണമല്ലാ. അറിയില്ല എന്ന് പറയുന്ന വിഭാഗങ്ങളിൽ ഞങ്ങൾ നീ പെടുത്തല്ലല്ലാ. അല്ലാ, ഞങ്ങളൊക്കെ റബ്ബേ ദുനിയാവിൽ വെച്ച് ചെയ്തു പോയ ദോഷങ്ങളുടെ പെരുപ്പങ്ങളെ കൊണ്ട് അല്ലാ ഞങ്ങൾ ആരാരുടെയും ഖബറുകൾ അദാബുകളെ കൊണ്ട് ശിക്ഷിക്കപ്പെടുന്ന ഖബറുകളാക്കല്ല അല്ലാ. അല്ലാ, ഞങ്ങളെ ഖബറുകൾ ഞങ്ങൾക്ക് സുഗന്ധമാറ്റി കടക്കാനുള്ള അവസരങ്ങൾ നൽകണമല്ലാ. അല്ലാ, നിന്റെ സ്വർഗത്തിലുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങളെ ഖബറുകളിലേക്ക് ഇനി തരണമല്ലാ. അല്ലാ, നിന്റെ വിശാലമായ മഹ്ശറയിൽ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടുമ്പോൾ അല്ലാ, ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് നീ നൽകണം അല്ലാ. അല്ലാ, ഞങ്ങളെ ഏടുകളൊക്കെ പരിശോധിക്കുമ്പോൾ ഈ പാപികളായ സാധുക്കളായ ഞങ്ങളിൽ ഒന്നുമില്ല അല്ലാ. അല്ലാ, നീ ഞങ്ങളെ അവിടെയും കൈവിടല്ല അല്ലാ. അല്ലാ അല്ലാ, ഞങ്ങളെ ഏടുകളെ നീ വലം കയ്യിൽ തന്നെ നൽകണം അല്ലാ. അല്ലാ, അർശിന്റെ തണലേകണമല്ലാ. അല്ലാ, നരകത്ത് തൊട്ട് ഞങ്ങളെ കാക്കണമല്ല. നരകത്തിന്റെ അവകാശികളാക്കല്ല അല്ലാ. നരകത്തിലേക്ക് ഞങ്ങളെ തള്ളിവിടല്ല അല്ലാ. അല്ലാ അല്ലാ, ഞങ്ങൾ സ്വർഗം നൽകണമല്ല. ജന്നാത്തുൽ ഫിർദൗസ് ഞങ്ങൾക്ക് നൽകണമല്ല. ആ സ്വർഗത്തുള്ള പഴവർഗങ്ങളെ ഭക്ഷിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമല്ല. അല്ലാ അല്ലാ, ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാളെ അവിടുന്ന് ഉദ്ഘാടനം ചെയ്യുന്ന അവിടുത്തെ ഹൗളുൽ കൗസറിൽ നിന്ന് ധാരാളം വെള്ളം കുടിക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണം അല്ലാ. അല്ലാ, ഈ പാവികളായ സാധുക്കളായ ഞങ്ങളെ അല്ലാ ഈ ഹളറത്തിലേക്ക് ഈ മജ്‌ലിസിലേക്ക് വന്നവരാണല്ലോ. അല്ലാ അല്ലാ അല്ലാ, അജ്മീ ഖാജായുള്ള ഹുബ്ബ് വെച്ച് അല്ലാ ഞങ്ങൾ വന്നവരാണ് അല്ലാ. അല്ലാ, ഞങ്ങൾ അല്പസമയങ്ങളിൽ അല്ല അല്ലാ, ഞങ്ങൾ രാവിലെ മുതൽ വന്നവരാണ് അല്ലാ. അല്ലാ, ഞങ്ങൾക്ക് പല ഉദ്ദേശങ്ങളുണ്ടല്ലാ. അല്ലാ, ഞങ്ങളൊക്കെ റബ്ബേ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്, ഞങ്ങള് ഓരോ സ്ഥലങ്ങളിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്, ഞങ്ങളിൽ വാഹനങ്ങളിൽ കയറുന്ന സമയത്ത് അല്ലാ ഈ ഹളറത്തിലേക്ക് ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളെ മനസ്സിന്റെ ഉള്ളില് ഞങ്ങൾക്ക് നല്ലതായ ഉദ്ദേശങ്ങൾ ഉണ്ടല്ലോ. ആ ഉദ്ദേശങ്ങളോട് കൂടി ഞങ്ങൾ വന്നവരാണ് അല്ലാ. അല്ലാ, നിന്റെ അടിയാറുകളായ പാവികളായ ഞങ്ങളാണ് അല്ലാ. ഹബീബിന്റെ
ഉമ്മത്തികളായ ഞങ്ങളാണ് അല്ലാഹ്. അല്ലാഹ് ഈ സദസ്സിൽ വന്ന് അല്ലാഹ് ഞങ്ങൾ ദിക്റുകൾ ചൊല്ലി അല്ലാഹ് മഹാന്മാരുടെ മധുവിൽ ഞങ്ങൾ പാടി അല്ലാഹ് നസിഹത്തുകൾ ചെയ്ത് എല്ലാം ഞങ്ങളിൽ കേട്ടു അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ നീ കൈവിടല്ല അല്ലാഹ്. നീ ഞങ്ങളെ സ്വീകരിക്കണം അല്ലാഹ്, കബൂലാക്കണം അല്ലാഹ്, ഉത്തരം നൽകണം അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ എല്ലാവരുടെയും ഹലാലായ മുറാദുകള് ഞങ്ങൾക്ക് ഇനി എളുപ്പത്തിൽ ഹാസിലാക്കി തരണം അല്ലാഹ്. അല്ലാഹു ഞങ്ങളെ എല്ലാവരും രോഗങ്ങൾക്ക് ശിഫ നൽകണം അല്ലാഹ്. അല്ലാഹ് രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാഹ്. രോഗങ്ങൾ ശൈയിൽ ഞങ്ങളെ കിടത്തല്ല അല്ലാഹ്. അല്ലാഹ് മലമൂത്ര വിസർജനങ്ങൾ ഞങ്ങൾ പോലും അറിയാത്ത വിധത്തില് അല്ലാഹ് കിടക്കുന്ന ബെഡുകളിൽ മാസങ്ങളോളം വർഷങ്ങളോളം കിടക്കുന്നൊരവസ്ഥയിൽ ഞങ്ങളെ രോഗികളായി കിടത്തല്ല അല്ലാഹ്. അല്ലാഹ് ശരീരങ്ങളിൽ റബ്ബേ വ്രണങ്ങൾ വന്ന് മുറിവുകൾ വന്ന് പൊട്ടി വലിക്കുന്ന അവസ്ഥയില് ഗന്ധകം വന്ന് റബ്ബേ മറ്റുള്ളവർക്ക് സഹിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയില് രോഗികളായി ഞങ്ങൾ ആരെയും കടത്തല്ല അല്ലാഹ്. അല്ലാഹ് സലാമത്തിലാക്കണം അല്ലാഹ്. അല്ലാഹ് ക്യാൻസർ രോഗങ്ങൾ തരല്ല അല്ലാഹ്, കിഡ്നിയുടെ രോഗങ്ങൾ തരല്ല അല്ലാഹ്, ഡയാലിസിസ് ചെയ്യുന്ന രോഗങ്ങൾ തരല്ല അല്ലാഹ്, അല്ലാഹ് രോഗങ്ങൾ തരല്ല അല്ലാഹ്, അല്ലാഹ് പകർച്ചവ്യാധി രോഗങ്ങൾ തരല്ല അല്ലാഹ്. അല്ലാഹ് ഈ രോഗങ്ങൾ ഉള്ളവർക്ക് നീ ശിഫ നൽകണം അല്ലാഹ്, സലാമത്ത് കൊടുക്കണം അല്ലാഹ്. ഈ രോഗികളായി പലവരും ഉണ്ടല്ലാഹ്, അതിനു വേണ്ടി മരുന്നുകൾ കഴിക്കുന്നവരുണ്ടല്ലാഹ്, അല്ലാഹ് ഡയാലിസിസ് ചെയ്യുന്നവരുണ്ടല്ലാഹ്, ഹോസ്പിറ്റലിൽ കിടക്കുന്നവരുണ്ടല്ലാഹ്, പലവരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ടല്ലാഹ്. നീ ശിഫ നൽകണം അല്ലാഹ്, ശിഫ നൽകണം അല്ലാഹ്. അവർക്ക് സലാമത്ത് കൊടുക്കണം അല്ലാഹ്, രക്ഷ നൽകണം അല്ലാഹ്. അർഹമുർ റഹീമായ അല്ലാഹ്, ജല്ല ജലാലായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, ഞങ്ങൾ കണ്ണുകൾക്ക് ഇനി കാഴ്ചകൾ നൽകണം അല്ലാഹ്. കാഴ്ചകൾ കുറഞ്ഞവരുണ്ടല്ലാഹ്, ഉള്ള കാഴ്ചകൾ നീ നിലനിർത്തണം അല്ലാഹ്. അല്ലാഹു ഞങ്ങളെ എല്ലാവരുടെയും വീടുകളിലേക്ക് നീ ബർക്കത്ത് ചൊരിയണം അല്ലാഹ്, ഖൈറ് നൽകണം അല്ലാഹ്, ഐശ്വര്യം നൽകണം അല്ലാഹ്. അല്ലാഹു ഞങ്ങൾ ആരുടെ വീടുകളെ മോശമാക്കപ്പെട്ട വീടുകളാക്കല്ലേ, ശപിക്കപ്പെട്ട വീടുകളാക്കല്ലേ. റഹ്മത്തിന്റെ മലായികത്തുകൾക്ക് വന്ന് പ്രവേശിക്കാൻ കഴിയാത്ത വീടുകളാക്കല്ല അല്ലാഹ്. ഞങ്ങളെ വീടുകൾ അല്ലാഹ് ദാരിദ്ര്യങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന വീടുകളാക്കല്ല അല്ലാഹ്. അല്ലാഹ് നിത്യേന രോഗികളായി കിടക്കുന്ന വീടുകളാക്കല്ല അല്ലാഹ്. ഒന്നല്ലെങ്കിൽ ഒന്ന് മാറി വരുന്ന രോഗികളായി കിടക്കുന്ന അവസ്ഥയിലുള്ള വീടുകളാക്കല്ല അല്ലാഹ്. അല്ലാഹ് ജല്ല ജലാലായ അല്ലാഹ് ഞങ്ങളുടെ വീടുകളിൽ ഐക്യമില്ലാതെ അല്ലാഹ് ജീവിക്കുന്ന വീടുകളാക്കല്ല അല്ലാഹ്. അർഹമുർ റഹീമായ അല്ലാഹ്, ജല്ല ജലാലായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, ഞങ്ങൾക്ക് ഒരുപാട് സഹോദരിമാരുണ്ടല്ലാ, മക്കളുണ്ടല്ലാ, അല്ലാഹ് വിവാഹത്തിന്റെ പ്രായം എത്തിയവരുണ്ടല്ലാ, അവർക്ക് യോജിച്ചതായിട്ടുള്ള ലായിക്കായിട്ടുള്ള ഖൈറായ ഇണകളെ ഭർത്താക്കന്മാരെ നീ അവർക്ക് നൽകണം അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ സഹോദരന്മാർക്ക് ഖൈറായ യോജിച്ചതായ ഭാര്യമാരെ നീ നൽകണം അല്ലാഹ്. റഹ്മർ റഹീമായ അല്ലാഹ്, ജല്ല ജലാലായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ടല്ലാഹ്, അവർക്കുള്ള സാനിയായ മക്കളെ കൊടുക്കണം അല്ലാഹ്. അതാണായാലും പെണ്ണായാലും നീ കൊടുക്കണം അല്ലാഹ്. അവരെ സന്തോഷിപ്പിക്കണം അല്ലാഹ്. അവരുടെ മനസ്സുകളിലുള്ള വേദനകള് നീ മറ്റം ചെയ്യണം അല്ലാഹ്. അർഹമുർ റഹീമായ അല്ലാഹ്, ഞങ്ങൾക്കുള്ള മക്കളുണ്ട് റബ്ബേ, ആ മക്കളെ നീ നേർവഴിയിലാക്കണം അല്ലാഹ്, സന്മാർഗത്തിലാക്കണം അല്ലാഹ്. ആ മക്കൾക്ക് നീ ഹിദായത്ത് കൊടുക്കണം അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ മക്കളെ അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകളിൽ വിട്ടുപോകുന്ന മക്കളാക്കല്ല അല്ലാഹ്. അല്ലാഹ്
ലഹരികൾ പോലത്തെ ഉപയോഗിച്ച് നടക്കുന്ന മക്കളാക്കല്ല അല്ലാ. അല്ലാ, ഞങ്ങളെ മക്കള് ഞങ്ങളെ വീടുകളിൽ നിന്ന് റബ്ബേ സന്തോഷകരമായിട്ട് ഇറങ്ങി അല്ലാ അവർ വീടുകളിലേക്ക് തിരിച്ചു വരുമ്പോൾ അല്ലാ സ്വയബോധങ്ങൾ ഇല്ലാത്ത നിലയിൽ അല്ലാ വീടുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാരെ പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലുള്ള മക്കളാക്കല്ല അല്ലാ. അല്ലാ, മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്ന, മാതാപിതാക്കളെ തല്ലുന്ന, മാതാപിതാക്കളെ വീട്ടിനകത്ത് പുറത്താക്കുന്ന മക്കളെ തരല്ല അല്ലാ. അതുപോലുള്ള സന്താനങ്ങൾ ഞങ്ങളിലുണ്ടെങ്കിൽ ആ മക്കളെ നീ നേർവഴിയിലാക്കണമല്ലാ, സന്മാർഗത്തിലാക്കണമല്ലാ. ആ കുടുംബങ്ങളിലുള്ള മക്കളെ റാഹത്തും സന്തോഷത്തിലാക്കണമല്ലാ. എത്രയോ മാതാപിതാക്കൾ കണ്ണീരുകളാണ് അല്ലാ. അല്ലാ അവരെ സന്തോഷത്തിലാക്കി കൊടുക്കണം അല്ലാ. റഹ്മാനായ അല്ലാ, ജല്ല ജലാലായ അല്ലാ, ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ യാത്ര പോകുന്നവരാണ്. എല്ലാ ആക്സിഡന്റ് പോലത്തുള്ള അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ എല്ലാവരും കാക്കണമല്ല. അല്ലാ ദുർമരണങ്ങളെ തൊട്ടും കാക്കണമല്ല. ഈമാനില്ലാതെ മരിക്കുന്നൊരവസ്ഥയിലേക്ക് ഞങ്ങൾ ആരും എത്തിക്കല്ല അല്ലാ. ഞങ്ങളൊക്കെ റബ്ബേ ഒരുപാട് കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടിയവരാണ്, കടങ്ങളെ കൊണ്ട് പ്രയാസങ്ങളിൽ അകപ്പെട്ട് ജീവിക്കുന്നവരാണ്. അല്ലാ മനസ്സുകൾക്ക് സമാധാനം ശാന്തിയും ഇല്ലാതെ ജീവിക്കുന്നവരാണ്. അല്ലാ കടങ്ങൾ വീട്ടാനുള്ള ധനം ഞങ്ങളിലില്ല, സമ്പത്തുകൾ ഞങ്ങളിലില്ല, അതിലുള്ള വഴികളിൽ ഞങ്ങളിലില്ല. അല്ലാ അല്ലാ നിന്റെ ഖജനാവിലുണ്ട്, നിന്റെ ഖജനാവിന്റെ താക്കോൽ അല്ലാ, എല്ലാ നിലവറകളുടെയും താക്കോൽ ആ നിന്റെ കയ്യിലാണ്. അല്ലാ പാവികളായ ഞങ്ങള്, സാധുക്കളായ ഞങ്ങള്, നിന്റെ അടിമകളായ ഞങ്ങള് നിന്റെ വാതിലിക്കൽ നിന്ന് ഞങ്ങൾ കെഞ്ചി ചോദിക്കുകയാണ്. അല്ലാഹു ഞങ്ങൾ സലാമത്ത് തരണമല്ല. ഞങ്ങളെ എല്ലാവരും കടങ്ങൾ വീട്ടാനുള്ള വഴികൾ ഞങ്ങൾക്ക് നീ വിശാലമാക്കി ഖൈറായ മാർഗത്തിലൂടെ ഞങ്ങൾക്ക് നീ തുറന്നിനി തരണം. അല്ലാ കടങ്ങൾ കൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങളിൽ പെടുത്തല്ലല്ലാ. കടങ്ങൾ കൊണ്ട് മനസ്സുകൾക്ക് സമാധാനം ശാന്തിയും ഇല്ലാത്ത നിലയില് അല്ലാ വീടുകളിൽ പോലും ഞങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയിലൊന്നും ഞങ്ങളെ പെടുത്തല്ല. അല്ലാ റഹ്മാനായ അല്ലാ, ജല്ല ജലാലായ അല്ലാ, വീടുകളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, സ്ഥലങ്ങളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹുവേ അവർക്കൊക്കെ വീടുകൾ നിർമ്മിക്കാൻ, വീടുകൾ വാങ്ങാൻ, സ്ഥലങ്ങൾ വാങ്ങാനുള്ള തൗഫീഖ്, അതിനുള്ള വഴികളെ എല്ലാവർക്കും ഇനി തുറന്നു കൊടുക്കണം. അല്ലാ വീടുകൾ പടികൾ ചെയ്തിട്ട് പൂർത്തീകരിക്കാൻ കഴിയാതെ വിഷമിക്കുന്ന കുടുംബാദികളുണ്ടല്ലോ, അവർക്കും അതിലുള്ള വഴികൾ നീ തുറക്കണം. അല്ലാ എല്ലാ തടസ്സങ്ങളെയും നീക്കം ചെയ്യണം. അല്ലാ അതിനുള്ള സാമ്പത്തിക വഴികൾ അവർ കൈകളിലേക്ക് എത്തിക്കണം. അല്ലാ റഹ്മാനായ റബ്ബേ ആ പണികളൊക്കെ പൂർത്തീകരിച്ച് ആ കുടുംബാദികൾക്ക് അതില് അല്ലാ സന്തോഷകരമായിട്ട് കയറിയിരുന്ന് താമസിക്കാൻ തൗഫീഖ് കൊടുക്കണം. അല്ലാ റഹ്മാനായ അല്ലാ, ജല്ല ജലാലായ അല്ലാ, കരുണക്കടലായ അല്ലാ. അല്ലാ വിദേശ സ്ഥലങ്ങളിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവരെ കണ്ട അല്ലാ അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കണം. അല്ലാ റഹ്മാനായ അല്ലാ, ജല്ല ജലാലായ അല്ലാ, കരുണക്കടലായ അല്ലാ, ഞങ്ങളെ മക്കള്, ഞങ്ങളെ സഹോദരന്മാര്, ഭർത്താക്കന്മാര്, അല്ലാ ഞങ്ങളെ സഹോദരന്മാര്, മക്കള്, ഞങ്ങളെ ജ്യേഷ്ഠന്യന്മാര്, അല്ലാഹുവിന്റെ നാടുകളിൽ നിന്ന് വിദേശ സ്ഥലങ്ങളിലേക്ക് അവരുടെ കുടുംബങ്ങളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലാ
അതിനുള്ള വഴികൾ തേടി എത്രയോ കിലോമീറ്ററുകൾ അകലെ കടന്നു പോയവരുണ്ടല്ല. അവരൊക്കെ ചെയ്യുന്ന ജോലികളിൽ ബർക്കത്ത് കൊടുക്കണമല്ല, ഖൈറിനി നൽകണമല്ല, ഐശ്വര്യം നൽകണമല്ല. ജോലികളില്ലാതെ വിഷമിക്കുന്നവർക്ക് അവർക്ക് ഖൈറായ യോജിച്ചതായിട്ടുള്ള ജോലികൾ ലഭിച്ച് ആ കുടുംബങ്ങളിൽ സന്തോഷിപ്പിക്കണം അല്ലാ. റബ്ബേ, ഗൾഫ് നാടുകളിൽ ചെന്ന് നിൽക്കാൻ കഴിയാതെ വിഷമിക്കുന്നവരുണ്ടോ? ആ മാതാപിതാക്കള്, അവരുടെ ഭാര്യ മക്കള് എത്രത്തോളം വിഷമങ്ങള്, എത്രത്തോളം പ്രയാസങ്ങളാണല്ലോ. അവരുടെ കണ്ണുനീരുകള് ആ കണ്ണുനീരുകൾ കൊണ്ട് സഹിക്കാൻ കഴിയാതെ അവരോരോ വാക്കുകള് വിഷയങ്ങൾ പറയുമ്പോൾ നിന്നെ മുൻനിർത്തിയാണ് പറയുന്നല്ല. നീ ഞങ്ങളെ കൈവിടില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടല്ല. നിന്നെ കണ്ടാണ് റബ്ബേ അവർക്കെല്ലാം വാക്ക് കൊടുക്കുന്നതല്ല. അവരെ സന്തോഷിപ്പിക്കണം അല്ല, സലാമത്തിലാക്കണം അല്ല, റാഹത്തിലാക്കണം അല്ല. അല്ലാഹു ഞങ്ങൾക്ക് ബുദ്ധി ഓർമ്മ ശക്തികൾ ഞങ്ങൾക്ക് നീ നൽകണം അല്ലാ. റഹ്മാനായ അല്ലാഹ്, ജല്ല ജലാലായ അല്ലാഹ്, വിദേശ സ്ഥലങ്ങളിൽ പോയി റബ്ബേ ഇഖാമകളും തനാസുകളും കിട്ടാതെ വിഷമിക്കുന്നവരുണ്ട്. അല്ലാഹു അവർക്കും അതിലുള്ള വഴികൾ നീ തുറന്നു കൊടുക്കണം അല്ലാഹ്. അവിടെ ചെന്ന് ബിസിനസ്സുകൾ ചെയ്യുന്നവരുണ്ട്, അവരൊക്കെ ചെയ്യുന്ന ബിസിനസ്സുകൾ ധാരാളം ബർക്കത്ത് എത്തി കൊടുക്കണമല്ല, ഖൈറ് നീ നൽകണമല്ല. അവരൊക്കെ എല്ലാ ആഫത്തുകളെ തൊട്ടും കാക്കണമല്ല. അവരൊക്കെ അവരുടെ വീടുകളിൽ നിന്ന് അവരുടെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാരുടെ ഭാര്യ സന്താനങ്ങളോട് പുഞ്ചിരിച്ച് സലാം ചൊല്ലി പറഞ്ഞു പോകുമ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ് അവർ നാട്ടിലേക്ക് തിരിച്ചു വരുന്നവരാണ്. പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നവരാണ്. അവർക്കാർക്കൊരു വിഷമങ്ങളും പ്രയാസങ്ങളൊന്നും അവരെ പെടുത്തല്ല. സന്തോഷകരമായിട്ട് തന്നെ അവരുടെ വീടുകളിലേക്ക് നാടുകളിലേക്ക് എത്തിച്ചേരാനുള്ള തൗഫീഖ് മേകണം അല്ലാഹ്. റഹ്മാനായ അല്ലാഹ്, ജല്ല ജലാലായ അല്ലാഹ്, കരുണക്കടലായ ഉറൂസിലേക്ക് വേണ്ടി പറഞ്ഞപ്പോൾ അതിലേക്ക് വേണ്ടി റബ്ബേ ഒരുപാട് സഹോദരന്മാര് ഓരോരുത്തർ റബ്ബേ അവരെ കൊണ്ട് കഴിയുന്ന വിധത്തിലും അതിലപ്പുറം സഹായിച്ചവരാണല്ലോ. അവർ നീ സഹായിക്കണമല്ല, ഖൈറ് നൽകണമല്ല, ബർക്കത്തിന് ചൊരിയണമല്ല, അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും തീർത്ത് കൊടുക്കണമല്ല. റഹ്മാനായ അല്ലാഹ്, ജല്ല ജലാലായ അല്ലാഹ്, കരുണക്കടലായ റബ്ബേ അവരൊക്കെ ചെയ്യുന്ന സമയങ്ങളിൽ അവരുടെ മനസ്സുകളിൽ ഉദ്ദേശമുണ്ടല്ല. ആ നല്ലതായ ഉദ്ദേശങ്ങളൊക്കെ അവർക്ക് പൂർത്തീകരിച്ചു കൊടുത്ത് സന്തോഷകരമായിട്ടുള്ള എല്ലാ വാർത്തകൾ ഞങ്ങൾക്ക് കേൾക്കാനുള്ള തൗഫീഖ് ഏകണം അല്ലാഹ്. ഈ സദസ്സിൽ നിന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ള എല്ലാ സഹോദരന്മാരുടെ ആലിമീങ്ങൾ മുതഅല്ലിമീങ്ങളുടെ എല്ലാ നിലക്കവരുടെ ആഗ്രഹങ്ങള് പൂർത്തീകരിച്ചു കൊടുക്കണം റബ്ബേ. മുതഅല്ലിമീങ്ങളുണ്ട്, അവരൊക്കെ പഠിക്കുന്ന ഇൽമുകളിൽ ബർക്കത്ത് ചെയ്യണമല്ല. ആ ഇൽമുകൾ നാഫിയായ ഇൽമുകളാക്കണമല്ല. ആ ഇൽമുകൾ പഠിച്ചു റബ്ബേ മറ്റുള്ളവർക്ക് ആ ഇൽമുകൾ പകർത്തി കൊടുക്കുന്ന ഇൽമുകളാക്കണമല്ല. റഹ്മാനായ അല്ലാഹ്, അവരൊക്കെ പഠിക്കുന്ന കാര്യങ്ങൾ അലസതകളും മടികളില്ലെന്നും അവരെ നീക്കം ചെയ്യണമല്ല. അവരൊക്കെ പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്ക് സഭകൾ നടത്താനുള്ള അതിനുള്ള കഴിവുകൾ ഇനി കൊടുക്കണമല്ല, തൗഫീഖ് കൊടുക്കണമല്ല, ആഫിയത്ത് കൊടുക്കണമല്ല, ആരോഗ്യം നീ നൽകണം അല്ലാഹ്. മുസ്ലിം സമുദായത്തിന് ഐക്യത്തിലാക്കണമല്ല. ഇസ്ലാമിയത്തിന് ശത്രുക്കളെ നീ പരാജയത്തിൽ പെടുത്തണമല്ല. ഷർറുകളെ തൊട്ടി കാക്കണം റഹ്മാനായ അല്ലാഹ്, ജല്ല ജലാലായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്. ഓരോ
ഓരോരുത്തരും നൽകിയിട്ടുള്ള സദഖകളെ കൊണ്ട് അല്ലാഹ് ഇവിടെ ഭക്ഷണങ്ങൾ മാംസങ്ങൾ വിതരണങ്ങൾ ചെയ്യുന്നു. അല്ലാഹ് ഭക്ഷണങ്ങൾ ധാരാളം ബർക്കത്ത് ചൊരിയണം അല്ലാഹ്. എല്ലാ രോഗങ്ങൾക്കും അത് ശിഫയാക്കുന്ന ഭക്ഷണമാക്കണം അല്ലാഹ്. അല്ലാഹ് ഈ കാര്യങ്ങൾക്ക് വേണ്ടി റബ്ബേ ഒരുപാട് സഹോദരന്മാര് സഹോദരിമാര് അല്ലാഹ് ഇതിലേക്കുള്ള റബ്ബേ ഭാരവാഹികള് ഒരുപാട് കഷ്ടപ്പെട്ടവരാണല്ലോ, ഒരുപാട് അധ്വാനിച്ചവരാണല്ലോ. അവർക്കെല്ലാം നീ ഖൈറായ നിലക്ക് അല്ലാഹ് ഗുണം നൽകണം അല്ലാഹ്, ഗുണം നീ നൽകണം അല്ലാഹ്. അവരുടെ വീടുകളിലുള്ള പ്രയാസങ്ങള് കഷ്ടപ്പാടുകള് നീ തീർത്തു കൊടുക്കണം അല്ലാഹ്. അവരുടെ വീടുകളിൽ ആരെങ്കിലും രോഗികളായി കിടക്കുന്നുണ്ടെങ്കിൽ സലാമത്തിലാക്കി കൊടുക്കണം അല്ലാഹ്. അർഹമുറാഹിമായ അല്ലാഹ്, ശരീരങ്ങളെ കൊണ്ട് അനക്കാൻ പോലും കഴിയാത്ത റബ്ബേ അല്ലാഹ്, കുഴഞ്ഞു കിടക്കുന്നവരുണ്ടല്ലോ, നീ ശിവ കൊടുക്കണമല്ല, സലാമത്ത് കൊടുക്കണമല്ല. അർഹമുറാഹിമായ റബ്ബേ, ഞങ്ങൾ ഇരു കരങ്ങളും ഉയർത്തിനോട് ചോദിച്ച ചോദ്യങ്ങളാണ് അല്ലാഹ്, നിസ്സാരമാക്കി കളയല്ല റബ്ബേ, തട്ടി കളയല്ല റബ്ബേ. അല്ലാഹ്, നീ ഞങ്ങളെ കൈവിടില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടല്ലോ. ആ ഉറപ്പുകളോട് കൂടി തന്നെ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നല്ല, നീ ഞങ്ങൾ സ്വീകരിക്കണമല്ല, കബൂലാക്കണം അല്ലാഹ്. അർഹമുറാഹിമായ അല്ലാഹ്, ജല്ല ജലാലായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, അല്ലാഹ് കുടുംബങ്ങളൊക്കെ ഐക്യത്തിലാക്കണമല്ല, റാഹത്തിലാക്കണമല്ല, സന്തോഷത്തിലാക്കണമല്ല, റാഹത്തിലാക്കി കൊടുക്കണമല്ല. അർഹമുറാഹിമായ അല്ലാഹ്, ജല്ല ജലാലായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, അല്ലാഹ് ബുദ്ധിമുട്ടുകൾ കൊണ്ടും പ്രയാസങ്ങളെ കൊണ്ടും നേരിടുന്ന കഷ്ടപ്പെടുന്ന റബ്ബേ രോഗങ്ങൾ ഞങ്ങൾക്ക് തന്നെന്ന് പരീക്ഷിക്കല്ലേ, പരീക്ഷിക്കല്ല അല്ലാഹ്, പരീക്ഷിക്കല്ല അല്ലാഹ്. അല്ലാഹുവേ, നീ ഞങ്ങളുടെ ഓരോ പരീക്ഷണങ്ങളിൽ ഞങ്ങളെ വിജയത്തിലാക്കണമല്ല. നിന്റെ പരീക്ഷണങ്ങൾ വലിയ വലിയ പരീക്ഷണങ്ങളാണ് റബ്ബേ. ആ പരീക്ഷണങ്ങളിൽ നിന്നൊക്കെ റബ്ബേ ഞങ്ങളെ വിജയത്തിലാക്കി റാഹത്തിലാക്കി സന്തോഷത്തിലാക്കി തരണമല്ല. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹു ഞങ്ങൾക്ക് ഹജ്ജ് ഉംറ ചെയ്യാൻ തൗഫീഖ് നൽകണമല്ല. അല്ലാഹു ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യഖ്ലത്തിലും മനാമിൽ കൂടി കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തരണമല്ല. അല്ലാഹുവിന്റെ അവകാശികളാക്കണമല്ല. റഹ്മുറാഹിമായ അല്ലാഹ്, ജല്ല ജലാലായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, അല്ലാഹ് മാതാപിതാക്കൾ ഉസ്താദുമാരുടെ മശായിഖന്മാരുടെ കുരുത്തും പൊരുത്തും അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്ക് ഇനി നൽകണമല്ല. അതുകൊണ്ട് തന്നെ റബ്ബേ, ഞങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന ജോലികളിലൊക്കെ ബിസിനസ്സുകളിലും എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് വിജയം നൽകണമല്ല, റാഹത്ത് നൽകണമല്ല. ഞങ്ങൾ മഖാമുകൾ ഉയർത്തണമല്ല, വിലായത്തിന്റെ ദർജകളിലേക്ക് പദവികളിലേക്ക് ഞങ്ങളെ ഉയർത്തി തരണമല്ല. റഹ്മുറാഹിമായ അല്ലാഹ്, ജല്ല ജലാലായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, അല്ലാഹ് ഞങ്ങളിൽ നിന്ന് റബ്ബേ മരണപ്പെട്ടു പോയ ഞങ്ങൾ മാതാപിതാക്കളുണ്ട്, ഞങ്ങൾ സഹോദരി സഹോദരന്മാരുണ്ട്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുണ്ട്, ഞങ്ങളെ സഹായിച്ചവരുണ്ട്. റഹ്മാന തമ്പുരാന, അവരൊക്കെ ഖബറുകളിൽ സ്വർഗമാക്കി കൊടുക്കണമല്ല. അവരുടെ അദാബുകളിൽ പെടുത്തല്ലല്ല, അവരൊക്കെ ചെയ്തു പോയ ദോഷങ്ങൾ പുറത്തു കൊടുക്കണമല്ല. റഹ്മുറാഹിമായ അല്ലാഹ്, ജല്ല ജലാലായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, അവരൊക്കെ കുരുത്തും പൊരുത്തും അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകണമല്ല. റബ്ബേ, ഈ സദസ് ഒരുക്കാനല്ല അല്ലാഹു എന്റെ ചുറ്റുപാടുള്ള അയൽവാസികൾ ഒരുക്കങ്ങൾ ചെയ്തു തന്നു. അല്ലാഹു അവർക്ക് സ്ഥലങ്ങൾ തന്നു. അല്ലാഹു ഓരോരുത്തർ വീടുകൾ മറച്ച് റബ്ബേ അതിലൊക്കെ സൗകര്യങ്ങൾ ചെയ്തു തന്നു. അല്ലാഹു അവരൊന്ന് വെറുതെ ആക്കല്ല റബ്ബേ, കൈവിടല്ല അല്ലാഹ്. അല്ലാഹ് ഖൈർ നൽകണമല്ല, ബർക്കത്തിന് ചെയ്യണമല്ല. റഹ്മുറാഹിമാ റബ്ബേ, ജല്ല ജലാലായ അല്ലാഹ്, ദിവസങ്ങളോട് റബ്ബേ ഞങ്ങളെ സഹോദരിമാർ വീടുകളിൽ വന്ന് റബ്ബേ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നല്ല. അല്ലാഹു അവരൊക്കെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു കൊടുക്കണമല്ല. ഖൈർ അവർക്ക് നീ നൽകണം
നൽകണം അല്ലാ. അവരുടെ വിഷമങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ തീർത്തിനി സലാപത്തിലാക്കി കൊടുക്കണം അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله عليه وسلم. السلام على المرسلين الحمد لله رب العالمين. എല്ലാവരുടെ കയ്യിൽ ഭക്ഷണം എത്തിയോ? ഭക്ഷണം കിട്ടുക അവിടെ ഇരിക്കണം കേട്ടോ. ഭക്ഷണം വരുന്നുണ്ട് കേട്ടോ. ഓരോ തല കൊടുത്തു വരികയാണ്. ആരും എണീക്കല്ലേ. ഇൻഷാ അല്ലാ ക്ഷമിക്കും. ഇൻഷാ അല്ലാ നമ്മൾ ചെയ്തൊക്കെ ദുആകളൊക്കെ നമ്മൾ സ്വീകരിക്കട്ടെ. അതുപോലെ നിങ്ങളൊക്കെ മണിക്കൂറുകൾ കൊണ്ടും ഒക്കെ വന്നിരുന്നവരാണ്. നിങ്ങളെ ഓരോ കാര്യങ്ങളൊക്കെ നിർത്തിവെച്ച് ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നവരാണ്. അള്ളാഹു നിങ്ങളാരും വെറുതെയാക്കാതിരിക്കട്ടെ. നിങ്ങളെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തെല്ലാം നല്ലതായ ഉദ്ദേശം വെച്ച് നിങ്ങൾ ഇറങ്ങിയോ ആ ഉദ്ദേശം യാതൊരു നിലക്കും പ്രയാസങ്ങളില്ലാത്ത നിലയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്ന് അത് സന്തോഷമാകുന്ന നിലയിൽ അള്ളാഹു നിങ്ങൾക്ക് എല്ലാവർക്കും അത് പെടുത്തി തരട്ടെ. ആമീൻ. ഇൻഷാ അല്ലാ അടുത്ത വർഷം ഇതിലേറെ നമുക്ക് വിപുലമായ രീതിയിൽ നടത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാ ഈ സ്ഥലങ്ങളൊന്നും നമുക്ക് ഇവിടെ മതിയാവുകയില്ല. ഈ സ്ഥലങ്ങളൊന്നും നമുക്ക് മതി വരാത്ത അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് അവിടത്തെങ്കിലും ഇൻഷാ അല്ലാ അത് തുടങ്ങാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.